Hello guys, welcome back to mostv. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹുവാവയുടെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയിട്ടുള്ള Huewai P30 Proയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ കുറേ കാലമായി നമ്മുടെ ചാനലിൽ നമ്മൾ സ്മാർട്ട് ഫോൺ അപ്ഡേറ്റുകൾ ചെയ്തിട്ട് കുറേ ഫ്രണ്ട്സ് പറഞ്ഞു ഈ സ്മാർട്ട് ഫോൺ ന്യൂസുകൾ അങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ Huewaiയുടെ P30 Pro എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പറയാം കിഡിലൻ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. Huewaiയുടെ P സീരീസ് എല്ലാം ക്യാമറയിൽ ഫോക്കസ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ക്യാമറയ്ക്ക് നല്ല ക്വാളിറ്റി കൊടുക്കുന്ന അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഫോണുകളാണ് Huewaiയുടെ P സീരീസ് എല്ലാം. അപ്പോൾ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയിട്ടുള്ള Huewaiയുടെ P20 Proയുടെ സക്സർ ആയിട്ടാണ് P30 Pro വരുന്നത്. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഒരുപാട് സ്പെസിഫിക്കേഷൻസും ഒക്കെ ഉള്ള കിഡിലൻ ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെയാണ് Huewaiയുടെ P30 Pro. ഈ P30 Pro കൂടാതെ P30 എന്ന് പറയുന്ന ഒരു ലൈറ്റ് വേരിയൻ്റ് കൂടി Huawei ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് P30 Proയുടെ സ്പെസിഫിക്കേഷൻ അതുപോലെ അതിൻ്റെ ഫീച്ചേഴ്സാണ്. മറ്റേ സ്പെസിഫിക്കേഷൻസ് നമ്മൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഫസ്റ്റായിട്ട് നോക്കാൻ പോകുന്നത് P30 Proയുടെ ക്യാമറ തന്നെയാണ്. ക്യാമറയിലാണ് ഏറ്റവും വലിയ പ്രത്യേകത ഉള്ളത്. കാരണം ക്യാമറ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ് Huawei P30 Proക്ക് കൊടുത്തത്. ഇതിൻ്റെ ക്യാമറ പറ്റി വരികയാണെങ്കിൽ 4 ക്യാമറകളാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. 4 ക്യാമറ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് 50 തവണ 50x വരെ നമുക്കിതിൽ സൂം ചെയ്യാൻ സാധിക്കും എന്നതാണ് ഈ ഒരു P30 Proയുടെ മെയിനായിട്ടുള്ള ക്യാമറ ഫീച്ചർ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കുക, അത്രയും നമുക്ക് സൂം ചെയ്യാൻ സാധിക്കും. അതായത് ഒരുപാട് ദൂരെയുള്ള ഒരു സംഭവം നമുക്ക് സൂം ചെയ്താണ്ട് അതിൻ്റെ എടുത്ത് കാണിക്കുന്ന രൂപത്തിലുള്ള ഫീച്ചർ ഈ ഒരു ഫോണിൽ Huaweiയുടെ P30 Proയിലുണ്ട്. 10x വരെ നമുക്ക് ഒട്ടും ക്വാളിറ്റി കുറയാതെ, അതായത് സൂം ചെയ്താൽ 10x വരെ ക്വാളിറ്റിക്ക് ഒരു കുറവും ഇല്ലാതെ വളരെ ഷാർപ്പായിട്ട് നല്ല രീതിയിൽ നമുക്കിതിൽ സൂം ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഇതിൻ്റെ ക്യാമറയുടെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഈ P30 Proയിൽ വരുന്ന 4 ക്യാമറ നമ്മൾ പറഞ്ഞില്ലേ 4 ക്യാമറ ആയിട്ടാണ് വരുന്നത്. ഈ 4 ക്യാമറകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആയിട്ട് തന്നെ ഇതിൻ്റെ മെയിൻ ക്യാമറയാണ്. 40 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് Huawei ഇതിന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ലാത്ത കിഡിലൻ ക്വാളിറ്റിയിലുള്ള ഇമേജസ് നമുക്കിതിൽ ലഭിക്കും. പിന്നെ ഇതിന് വേറെ പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മുടെ അടുത്തുള്ള ഫോൺ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഫോണുകളൊക്കെ RGB കളർ ഫിൽറ്ററിലാണ് ഇതിൻ്റെ ക്യാമറ വരുന്നത്, എല്ലാ ഫോണിൻ്റെ വരുന്നത്. പക്ഷേ Huawei ഈ ഒരു ഫോണിന് P30 Proക്ക് യൂസ് ചെയ്തത് RYB റെഡ് യെല്ലോ ബ്ലൂ കളർ ഫിൽറ്ററാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെൻസിന് കൂടുതലായിട്ടുള്ള ലൈറ്റ് അബ്സോർബ് ചെയ്യാൻ സാധിക്കുകയും രാത്രികളിൽ അല്ലെങ്കിൽ ലോ ലൈറ്റ് കണ്ടീഷനിൽ കിഡിലൻ ഫോട്ടോകൾ തരാൻ സാധിക്കും എന്നത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇതും ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയൊരു ഫീച്ചറാണ്. അതായത് ലോ ലൈറ്റ് കണ്ടീഷനിൽ വളരെ മികച്ച പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോട്ടോസ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കും. രണ്ടാമത്തെ ക്യാമറ 20 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അപ്പോൾ കുറച്ചുകൂടി വൈഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാനോ അല്ലെങ്കിൽ വൈഡായിട്ടുള്ള ഒരു ക്യാമറ ലെൻസാണ് ഇത്. മൂന്നാമത്തെ ക്യാമറ ടെലിഫോട്ടോ ക്യാമറയാണ്. ഇതാണ് ഈ ഒരു ക്യാമറയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതിലാണ് ക്യാമറക്ക് സൂമിങ് സപ്പോർട്ട് ചെയ്യുന്നത് ലെൻസ് ഉള്ളത്. ഇപ്പോൾ സാധാരണ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ 2x ക്യാമറ ഒപ്റ്റിക്കൽ ക്യാമറ ലെൻസുകളാണ് യൂസ് ചെയ്യാൻ സാധിക്കുക. കാരണം ഫോണിൻ്റെ കട്ടി എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടാണ് വരിക. അപ്പോൾ അങ്ങനെ കുറേ ലെൻസുകളൊന്നും വെക്കാൻ സാധിക്കില്ല. പക്ഷേ ഇതിൽ Huawei വളരെ തന്ത്രപരമായിട്ട് പെരിസ്കോപ്പിക് സെറ്റപ്പിലാണ് ഇതിൻ്റെ ലെൻസുകൾ വെച്ചിട്ടുള്ളത്. അതായത് എന്താ പറയുക, ഇങ്ങനെ നേരെ വന്നാണ് ഇങ്ങനെ വളഞ്ഞു പോകുന്ന ഒരു രീതിയിൽ അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഇത് വെച്ചിട്ടുള്ളത്. സോ വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഇതിൽ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഇത് വർക്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി കുറയാതെ ഇതിൽ സൂം ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഇതിൽ നമുക്ക് 5x ഒപ്റ്റിക്കൽ സൂം ലെൻസുകളാണ് അവർ യൂസ് ചെയ്തത്. 10x വരെ നമുക്ക് ഒട്ടും ക്വാളിറ്റി കുറയാതെ സൂം ചെയ്യാൻ സാധിക്കും. പിന്നെ 50x വരെ അല്ലെങ്കിൽ 50 മടങ്ങ് അല്ലെങ്കിൽ 50 തവണ നമുക്ക് സൂം ചെയ്യാൻ സാധിക്കും. അതായത് ഒരുപാട് ദൂരെയുള്ള സംഭവം നമുക്ക് സൂം ചെയ്താണ്ട് അടുത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നാലാമത്തെ ക്യാമറ ടൈം ടു ഫ്ലൈറ്റ് ക്യാമറയാണ്. അത് നമ്മുടെ പല ആൾക്കാരുടെയും ഫോണിലുള്ള AIക്ക് സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ ഡെപ്ത് സെൻസിങ്ങിനൊക്കെ ഉള്ള ക്യാമറയാണ് ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു 4 ക്യാമറയുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ. പിന്നെ 32 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും Huawei കൊടുത്തിട്ടുണ്ട്. സോ കിഡിലൻ സെൽഫികളും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ മറ്റു ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ 6.47 ഇഞ്ച് OLED ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് Huawei ഇതിന് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഡിസ്പ്ലേ തന്നെയായിരിക്കും. അത്യാവശ്യം വലിപ്പം സ്ക്രീൻ സൈസും ഒക്കെ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ 19:5:9 ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇതിന് ഡ്യൂ ഡ്രോപ്പ് നോച്ചാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊസസ്സർ Kirin 98 ആണ്. ഇതിൻ്റെ ലേറ്റസ്റ്റ് പ്രൊസസ്സറാണ്, നല്ല പ്രൊസസ്സർ തന്നെയാണ്. Kirin 98 ആണ് ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത്. 8GB റാമിൽ 128GB 256GB 512GB സ്റ്റോറേജ് വേരിയൻ്റിലാണ് ഈ ഒരു Huawei P30 Pro വരുന്നത്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ മറ്റൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇയർ സ്പീക്കർ ഇല്ല എന്നതാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ ഉള്ള ആ ഒരു ചെറിയ സ്പീക്കർ ഈ ഒരു P30 Proക്ക് ഇല്ലതെന്നാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അതായത് ഇതിൻ്റെ സ്ക്രീൻ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ സ്പീക്കർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ വൈബ്രേറ്റ് ചെയ്താണ്ട് അതാണ് ഇതിൻ്റെ സ്പീക്കറായിട്ട് പ്രവർത്തിക്കുന്നത്. ടെക്നോളജിയിലെ എന്തായാലും നോക്കിയാൽ സ്പീക്കറില്ല, സ്പീക്കറായിട്ട് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ വൈബ്രേറ്റ് ചെയ്താണ്ട് അതിൽ നിന്നാണ് വോയിസ് വരുന്നത്. രക്ഷയില്ല.
അതാണ് അങ്ങനെ ഒരു ടെക്നോളജിയാണ് Huawei ഇതിന് കൊണ്ടുവന്നിട്ടുള്ളത്. 4200 mAh വലിയ ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 40 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, 15 വാട്ട് വയർലെസ് ക്വിക്ക് ചാർജർ, പിന്നെ റിവേഴ്സ് വയർലെസ് ചാർജ്, അതായത് നമ്മൾ മറ്റൊരു ഫോണിൽ നിന്ന് അങ്ങോട്ട് ചാർജ് ചെയ്യുക, അത് വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യുക എന്നതും ഈ ഒരു ഫോണിൻ്റെ ഒരു ഫീച്ചറാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഉണ്ടാക്കേണ്ട എല്ലാവിധ സംഭവങ്ങളും ഇതിലുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ഇതിൻ്റെ ക്യാമറ തന്നെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ സൂം തന്നെയാണ്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, റിവ്യൂലൊക്കെ കണ്ടിട്ടുണ്ടാകും, ഒരു രക്ഷയില്ലാത്ത കിഡിലൻ സൂമിങ് ഫീച്ചറാണ്, അല്ലെങ്കിൽ സൂമിങ് കപ്പാസിറ്റിയാണ് Huawei ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. പല ആൾക്കാരും പറയുന്നുണ്ട് ഇതിപ്പോൾ ക്യാമറയിൽ ഫോൺ എടുത്ത് വെച്ചതാണോ, ഫോണിൽ ക്യാമറ എടുത്ത് വെച്ചതാണോ എന്നുള്ള ഡൗട്ടാണ്. കാരണം അത്രക്കും മികച്ച ക്വാളിറ്റി ക്യാമറ തന്നെയാണ് Huawei ഇതിന് കൊടുത്തിട്ടുള്ളത്. നല്ല ഒന്നാം തരം ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെ നമുക്ക് ഇതിനെ പറയാം. ഇനി ഈ ഒരു ഫോണിൻ്റെ വില നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതലാണ്, ഫ്ലാഗ്ഷിപ്പ് ഫോണല്ല, അപ്പോൾ ആ ഒരു വില ഉണ്ടാവും. ഈ ഒരു ഫീച്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നി അതിനനുസരിച്ചുള്ള വില ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ യൂറോപ്പിൽ ഇറങ്ങിയ ആ ഒരു വില നമ്മൾ ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴുള്ള വിലയാണ് നമ്മൾ പറയുന്നത്. 8 GB റാമിൽ 128 GB സ്റ്റോറേജ് ഓപ്ഷനിൽ വരുന്ന വേരിൻ്റെ വില 78,000 രൂപയാണ്. 256 GB സ്റ്റോറേജ് വേരിൻ്റെ വില 85,000. അതുപോലെ 512 GB 97,000 രൂപ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വില വരുന്നത്. വില കറക്റ്റല്ല, ആ ഒരു വില കൺവേർട്ട് ചെയ്യുമ്പോഴുള്ള ഒരു ഏകദേശ വിലയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യൻ ലോഞ്ചിങ് മിക്കവാറും ഏപ്രിൽ മാസത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് Huaweiയുടെ P30 Pro എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഈ ഒരു ഫോണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ ഇതിൽ ഒരുപാട് ടോപ്പിക്കുകൾ അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ സ്മാർട്ട് ഫോൺ ന്യൂസുകൾ, ഓട്ടോ ന്യൂസുകൾ, പിന്നെ ഒരുപാട് നോളജ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് പല സംഭവങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ലഭിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഓണാക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.